ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ആത്മസഹോദരങ്ങളെ, ഏവർക്കും ഗുരുദേവ നാമത്തിൽ എൻ്റെ വിനീത നമസ്കാരം. തീർത്ഥാടന പാഥേയം ഭാഗം 5. ശിവഗിരി തീർത്ഥാടനം ഒരു ജീവിതപാഠം, 2ാം ഭാഗം. കിളികളുടെ കളകൂജനങ്ങളും മന്ദമാരുതന്റെ കുളിരു പകരുന്ന ആശ്ലേഷങ്ങളും അരുവികളുടെയും കാട്ടാറുകളുടെയും താളാത്മക ഗീതങ്ങളും ചേർന്നൊരുക്കുന്ന പ്രപഞ്ചത്തിന്റെ വശ്യമനോഹാരിത തീർത്ഥാടകന് പല സന്ദേശങ്ങളും കൈമാറുന്നുണ്ട്. അവ വായിച്ചെടുക്കുവാനും ഉള്ളിൽ ആവാഹിക്കുവാനും തക്ക അകക്കണ്ണും ഉൾക്കാതുമില്ലാതായി പോകുമ്പോഴാണ് മനുഷ്യൻ താഴ്ന്ന വിധാനങ്ങളിലേക്ക് പതിച്ചു പോകുന്നത്. മഴയും കാറ്റും ഇടിയും മിന്നലും പൂവും പുഴയും പൂമ്പാറ്റയും മാമലകളും ജഗദീശ്വരന് കീർത്തനങ്ങൾ പാടുന്ന പ്രപഞ്ചം. അതെ, പ്രാർത്ഥനാനിരതം, പ്രാർത്ഥനാപൂർവം ഈശ്വരനെ നമിക്കുന്ന പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലം. പരസ്പരം കൊമ്പുകോർക്കുന്ന മനുഷ്യർക്ക് നടുവിൽ ഒത്തൊരുമയോടെ അവ രക്ഷക സമക്ഷം കുമ്പിടുന്നു. വിശേഷ ബുദ്ധിയോ സ്വാതന്ത്ര്യമോ ഇല്ലാത്ത മനുഷ്യേതര സൃഷ്ടികൾ പ്രപഞ്ചവിധാതാവിനെ ഇவ்விധം സ്തുതികീർത്തനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ സൃഷ്ടിലോകത്തിലെ ശ്രദ്ധാകേന്ദ്രമായ എല്ലാം തികഞ്ഞുവെന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ ദൈവസ്മരണയിൽ ചെറുതാകുന്നു. ഇതെല്ലാം മുന്നേ വെളിപ്പെട്ട് കിട്ടിയത് കൊണ്ടാണ് പുണ്യം നിറഞ്ഞ ആ വിശുദ്ധ ജന്മം ഇങ്ങനെ പാടിയത്: അരുളുള്ളവനാണ് ജീവി എന്നുരുവിട്ടിടുക ഈ നവാക്ഷരി. അതാവണം ശിവഗിരി തീർത്ഥാടകന്റെ ഹൃദയമന്ത്രം. ഒട്ടേറെ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കാണിച്ച ദേവദൂതനായിരുന്നു ദാവൂദ്. പക്ഷികളും പർവ്വതങ്ങളും കാറ്റും അദ്ദേഹത്തിന് വിധേയരായിരുന്നു. ദാവൂദിനൊപ്പം പറവകളും പർവ്വതങ്ങളും ദേവസങ്കീർത്തനം ചെയ്തിരുന്നു. പ്രപഞ്ചത്തിന്റെ അകപ്പൊരുളറിഞ്ഞ് സർവാധിനാഥന് കീഴൊതുങ്ങി ദൈവപ്രീതിയിലൂടെ ഉച്ചാവസ്ഥ പ്രാപിക്കാൻ മനുഷ്യന് സാധിക്കണം. പലർക്കുമായി പകുത്തു നൽകാത്ത സമ്പൂർണ്ണ വിധേയത്വം, സ്നേഹത്തിന്റെ പരമകാഷ്ഠ ജഗദീശ്വരന്റെ തിരുസമക്ഷം സമർപ്പിച്ച് കൃതകൃത്യരാവാനുള്ള മനുഷ്യന്റെ വിസമ്മതം തന്നെയാണ് എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. വ്യത്യസ്ത തുരുത്തുകളിലേക്ക് വേരുകൾ പടർന്നു നിൽക്കുന്ന ഒരു അസംതൃപ്ത ബോധം ഈശ്വരനു മുമ്പാകെ വിനീത വിധേയരാകുന്നതിൽ നിന്നു മനുഷ്യനെ പിറകോട്ട് വലിക്കുന്നു. വിധാതാവിനോടുള്ള സമ്പൂർണ്ണ വിധേയത്വം ബോധപൂർവമോ അല്ലാതെയോ നിരാകരിക്കുവാൻ ദുർബലനായ മനുഷ്യന് കഴിയില്ല. പ്രതിസന്ധികൾക്കു മധ്യേ ഈശ്വരന്റെ പർണശാലയുടെ ഇറയത്ത് ചെന്ന് അഭയം യാചിക്കാത്തവർ നന്നേ വിരളമാണ്. എന്നല്ല, അവരിൽ ഭൂരിഭാഗം പേരുടെയും വാക്കുകളിലും ഭാവങ്ങളിലും ചാലിട്ടൊഴുകുന്ന ഭക്തിയുടെ പാടുകളുമുണ്ട്. ദൈവമാഹാത്മ്യം വശ്യമായ വാക്കുകളിൽ അവർ വർണ്ണിക്കും. അവർ ചില പ്രത്യേക ആവശ്യങ്ങളുടെ അടിയന്തര പ്രാധാന്യം പരിഗണിച്ച് ചില റെഡിമെയ്ഡ് ദൈവങ്ങളിൽ നിന്ന് ദർശന സായുജ്യം നേടുകയും ചെയ്യുന്നു. ഈശ്വരനോടുള്ള ഭക്തി ഇടപാടുകളിലെ ഈ ഒളിച്ചുകളി നാടകങ്ങൾ ഈശ്വരനും ഭക്തനും തമ്മിലെ ഈടുറ്റതും വിശുദ്ധവുമായ ബന്ധത്തിന്റെ കോടാലിയാണ്. ഈശ്വരന്റെ കാര്യത്തിലുള്ള ഭക്തന്റെ ഈ സംശയഗ്രസ്തവും അസംതൃപ്തവുമായ മാനസികാവസ്ഥ പ്രാർത്ഥനയുടെ മരണമണിയും. പ്രാർത്ഥനാബന്ധം അറുത്തുമാറ്റപ്പെട്ട മനുഷ്യന്റെ വിധിയാകട്ടെ ഞെട്ടുപടം പോലെ ഞെട്ടറ്റ പടം പോലെ പൊങ്ങിത്താണൊടുവിൽ എവിടെയെങ്കിലും ചെന്ന് അടിഞ്ഞു ചേരാൻ അല്ലാതെ മറ്റെന്താകാൻ? അഗാധമായ അനുരാഗ വായ്പോടെ, അങ്ങേയറ്റത്തെ എളിമ ഭാവത്തോടെ, കർമ്മവിശുദ്ധിയുടെ മഹിമ തൂകുന്ന ധാർമ്മിക കരുത്തിന്റെ അകമ്പടിയോടെ ഗുരുദേവ തൃപ്പാദങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ മാത്രമേ സ്വീകാര്യ യോഗ്യതയുടെ നിശ്ചിത മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കുന്നതായുള്ളൂ. ദൈവസ്മരണയുടെ ഫലഭൂയിഷ്ഠമായ മണ്ണിലെ ഉദാത്തമായ പ്രാർത്ഥനകൾ തഴച്ചു വളരും. മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും അനുകൂല സാഹചര്യങ്ങളുടെ ലഭ്യതയുടെ തോതുമനുസരിച്ചാണ് വൃക്ഷലതാദികളുടെ ഫലദായ കാര്യശേഷിയും വൃത്തിക്ഷയങ്ങളുമൊക്കെ. പ്രാർത്ഥന പൂക്കുന്നതും കായ്ക്കുന്നതും ഫലങ്ങൾ നൽകുന്നതുമെല്ലാം ഇவ்விധം തന്നെ. തീർത്ഥാടകൻ തെറ്റിന്റെയും ശരിയുടെയും നിർദ്ധാരണങ്ങളിലൂടെ നാഴിക ഏറെ പിന്നിട്ടിരിക്കുന്നു.
ഗുരുസ്മൃതി സജീവമായി നിർത്തുക വഴി തീർത്ഥാടക ഹൃദയം സ്രഷ്ടാവുമായി വേർപെടുത്താനാവാത്ത വിധം വ്യക്തമാവുക സ്വാഭാവികം. അത്തരമൊരാളുടെ ജീവിതത്തിൽ പിന്നെ സ്വന്തമെന്ന് പറയാവുന്ന ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ അന്യം നിൽക്കുകയും സ്ഥാനങ്ങളിൽ ദൈവേച്ഛകൾ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യും. ഈ വിധം ഗുരുദേവനെ സ്വന്തം നെഞ്ചകത്തിൽ കുടിയിരുത്തിയ ഗുരുഭക്തൻ സാക്ഷാൽ ജഗദീശ്വരന്റെ സ്നേഹ പരിലാളനകളുടെ അവകാശിയായി മാറും. നാം ഗുരുവിനെ ഓർക്കുമ്പോൾ നാം ഗുരുവിനോടൊപ്പം ഉണ്ടാകും. തീർത്ഥാടകൻ തെളിമയാർന്ന മനസ്സാൽ ഗുരുവിനെ സ്മരിച്ചാൽ ഗുരു നമ്മെ സ്മരിക്കും. തീർത്ഥാടകന്റെ മനസ്സിൽ ഗുരുദേവൻ ഉഷസ്സു പോലെ അവതരിക്കും. വിജനതയിൽ ഗുരുവിനെ ഭജിച്ചാൽ മറ്റൊരു വിജനതയിൽ ഗുരു ഭജനയാകും. ഒരു ചാൺ ഗുരുവിലേക്കെടുത്താൽ ഒരു മുഴം ഗുരു തന്നിലേക്കണയും. ഗുരുവിനടുത്തേക്ക് നടന്നു ചെന്നാൽ മാതൃവാത്സല്യം പോലെ ഗുരു ഓടിയണയും. ഇവിടെ ശിവഗിരി പുണ്യ തീർത്ഥമാവും. അവനവൻ തന്നെ ഒരുക്കുന്ന നേരവും ചേർന്ന ഇരവു പകലുകളുടെ സ്വയംവരമാണത്. ഇത് മനുഷ്യനിൽ മാത്രമേ സാധ്യമാവൂ. അതുകൊണ്ടാണ് ആ പുരുഷാകാരം പൂണ്ട പുണ്യം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് തീർത്ത വചനമായത്. നന്ദി. എല്ലാവർക്കും നമസ്കാരം.